പിതാവ് മകളെ വിവാഹം ചെയ്തയച്ചു. 6-7 മാസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കോളേജ് വിവാഹം ചെയ്തയച്ച ആ വീടിനടുത്തുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്തു. വീട്ടിൽ നിന്ന് 3-4 കിലോമീറ്റർ അകലെയാണ് കോളേജ്. കോളേജിൽ ആ കുട്ടി പോയി വരുന്നതിനിടയിൽ ഒരു ദിവസം കോളേജ് അധികൃതർ ഫോൺ വിളിച്ചു വീട്ടിലേക്ക്. നിങ്ങളുടെ മകളുടെ പേര് ഇന്ന പേരാണോ? അതെ. പക്ഷെ ആ മകൾ കോളേജിൽ വന്നിട്ട് 2 ആഴ്ച കാലമായി. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ കുട്ടി കോളേജിൽ കൃത്യമായി വരുന്നുണ്ടല്ലോ എന്നായിരുന്നു അവർ കൊടുത്ത മറുപടി. എന്നാൽ കോളേജിൽ ചെല്ലുന്നില്ല എന്ന വിവരം കേട്ടപ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയും വിദേശത്തായിരുന്ന ആ കുട്ടിയുടെ ഭർത്താവ് വളരെ പരുഷമായും മോശമായും സംസ്കാരശൂന്യമായും ആ പെൺകുട്ടിയോട് ഇടപെട്ടപ്പോൾ മാനസികമായി ആ കുട്ടി തകർന്നു. കുട്ടിയുടെ പിതാവ് മകളെയും വിളിച്ചു കൊണ്ടുപോയി. ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കോളേജിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഞങ്ങൾ 3-4 ആഴ്ചകൾക്ക് മുമ്പ് കുട്ടി കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഇതേ പേരുള്ള മറ്റൊരു കുട്ടിയാണ്. പക്ഷേ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് മാറി വിളിച്ചതാണ് എന്ന് കോളേജ് അധികൃതർ അറിയിച്ചപ്പോഴാണ് എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഭാര്യ കൃത്യമായി തൊട്ടടുത്ത കോളേജിൽ പോകാറുണ്ടായിരുന്നുവെന്നും വളരെ മാന്യമായി അയാൾ കോളേജിൽ ചെന്ന് പഠനം നടത്തി മടങ്ങി വരുന്ന ഒരു വ്യക്തിയാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ വളരെ പ്രയാസത്തോടു കൂടി മടക്കി വിളിച്ചു. ഒരു പിതാവും മാതാവും ആ പെൺകുട്ടിയെ ഇനി ആ വീട്ടിലേക്ക് അയക്കാൻ തയ്യാറായില്ല. അങ്ങനെ അത് ഡൈവോഴ്സായി മാറി. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഉണർത്തുന്നുണ്ട്. ഒരു സമൂഹത്തിന് നേരെ ആ സമൂഹത്തെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ അറിയാതെ, ഇനി അതൊരു വ്യക്തിയാകട്ടെ, ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ടറിയാതെ നിങ്ങളൊരു അഭിപ്രായം പറയരുത്. പിന്നീട് നിങ്ങൾ ഖേദിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ തട്ടി ഉണർത്തുന്നു. പലപ്പോഴും മറ്റൊരു വീട്ടിൽ നിന്നും വിവാഹം ചെയ്തു പെൺകുട്ടിയെ സ്വന്തം മകളായി കാണാനും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും തയ്യാറാകാത്തതിന് പകരം നിരപരാധിയായ ആ കുട്ടിയെ കുറ്റപ്പെടുത്താനും ക്രൂരമായ മാനസികമായ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തപ്പോൾ ചേർന്ന് നിൽക്കേണ്ട ആ ബന്ധത്തിലൂടെ നല്ല സദ്വൃദ്ധരായ സന്താനങ്ങൾ ജനിച്ച് സമൂഹത്തിന് മാതൃകയാകേണ്ടതിന് പകരം അത് 2ആയി പോയതിൻ്റെ കാരണം ക്ഷമയില്ലാത്തതിൻ്റെ പേരിലും കാരുണ്യമില്ലാത്തതിൻ്റെ പേരിലുമാണ്. കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ അനിവാര്യമായത് സ്നേഹമാണ്, കാരുണ്യമാണ്, ചേർത്തുപിടിക്കലാണ്, പൊറുക്കാനുള്ള മനസ്സാണ്. 10-20 വർഷങ്ങൾ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ട് മറ്റൊരു വീടിൻ്റെ ചുറ്റുപാടിലേക്കും അന്തരീക്ഷത്തിലേക്കും പോകുമ്പോൾ മാനസികമായി തകർന്നും പോകുന്ന ആ കുട്ടിയെ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീടും വീട്ടുകാരെയും വെറുക്കുകയും വിസ്മരിച്ചു പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. സ്നേഹത്തോടുകൂടിയും വിശാല മനസ്കതയോടുകൂടിയും സ്വന്തം മക്കളാണെങ്കിലും അത് മകൻ്റെ ഭാര്യയാണെങ്കിലും നമ്മുടെ കുടുംബത്തെ അവർ സ്വന്തം മക്കളാണെന്ന രൂപത്തിൽ ചേർത്തു പിടിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.